ആഹാ, എത്തിയോ? എങ്ങനെ ഉണ്ടായിരുന്നു ആരാധനയൊക്കെ? ആരാധനയെ പറ്റിയൊക്കെ ഇപ്പം എന്നാ പറയാനാ അമ്മച്ചി, എന്നുള്ളതുപോലെയൊക്കെ തന്നെ. അത് പറഞ്ഞപ്പോഴേ ഈ ഇടയായിട്ട് എനിക്ക് സഭായോഗത്തിന് പോകാൻ വലിയ താല്പര്യമൊന്നുമില്ല. ഒരു ഉഷാറില്ല സഭായോഗമൊന്നും ഇപ്പോഴത്തെ. ഞാനൊരു ഇച്ചായനോട് പറയാനിരിക്കുകയായിരുന്നു. വിശ്വാസികളാണെന്ന് പറഞ്ഞ് നടക്കുന്ന കുറേ എണ്ണങ്ങളുണ്ട്. അവരുടെയൊക്കെ ഓരോ നടപ്പും നോട്ടവും സംസാരവും ഒരിക്കലും ഞാൻ പിടിക്കുന്നേ ഇല്ലെന്നേ. ഇച്ചായനെ മറിക്കുട്ടിയെ ശ്രദ്ധിച്ചായിരുന്നോ? അവളുടെ ഒരു ചുരിദാറും ചെരുപ്പിന്റെ ഹീലും സഹിക്കാൻ പറ്റുന്നില്ല. അല്ല, പക്ഷെ മമ്മിയല്ലേ മറിയാൻ്റെ അടുത്ത് പറഞ്ഞ നല്ല അടിപൊളി ഡ്രസ്സായിരുന്നു എന്ന്. നീ വലിയൊരു സംസാരിക്കുന്ന നിനക്കെന്താ കാര്യം? നിനക്ക് പോയി പഠിക്കാനൊന്നുമില്ല കൊച്ചേ? ഓ, അത് പറഞ്ഞപ്പോഴാണ് നമ്മുടെ ആ ഇട്ടിച്ചൻ്റെ പെരകേറി താമസത്തിന് നമ്മൾ കഴിഞ്ഞ ആഴ്ച പോയില്ലായിരുന്നോ? ഇവനൊക്കെ എന്ത് ആഡംബരമായ വീടൊക്കെയാണ് വെച്ചിരിക്കുന്നത്. ഇവനൊക്കെ ദൈവവേലക്കാർക്ക് വല്ലതും കൊടുക്കുന്നുണ്ടോ ആവോ? കൊളോസിയർ 3:1 ആകയാൽ നിങ്ങൾ ക്രിസ്തുവിനോട് ഒരുത്തനേറ്റിരിക്കുന്നുവെങ്കിൽ ക്രിസ്തു ദൈവത്തിൻ്റെ വലതുഭാഗത്തിരിക്കുന്നവരമായ ഉയരത്തിലുള്ളത് അന്വേഷിപ്പീൻ, ഭൂമിയിലുള്ളതല്ല ഉയരത്തിലുള്ളത് തന്നെ ചിന്തിക്കുവീൻ. അമ്മച്ചിക്ക് അകത്തെങ്ങാനും പോയി ബൈബിൾ വായിക്കാൻ പാടില്ലേ? ഇച്ചായ നമ്മളെന്താ പറഞ്ഞുകൊണ്ടിരുന്നത്? നമ്മൾ നമ്മുടെ സഭയുടെ കാര്യമല്ലേ പറഞ്ഞുകൊണ്ടിരുന്നത്? അത് തന്നെ. ഇപ്പോഴത്തെ സഭയുടെ കാര്യം, ഇപ്പോഴത്തെ സഭയിലുള്ളവർക്കൊന്നും ഒരു സമർപ്പണം ഇല്ലെന്നേ. ആ 1-ാം നൂറ്റാണ്ടിലെ സഭയൊക്കെ എന്തായിരുന്നു, എന്തൊരു ഒത്തൊരുമയും ഭക്തിയായിരുന്നു. അവർ വസ്തുക്കളെല്ലാം പൊതുവായി എണ്ണിയെന്നല്ലേ നമ്മുടെ വചനത്തിൽ വായിക്കുന്നത്. എടി, നമുക്കൊരു കാര്യം ചെയ്താലോ? നമുക്കേ ഈ അനങ്ങാപ്പാറ സഭയ്ക്ക് വിട്ടിട്ട് നമുക്ക് 1-ാം നൂറ്റാണ്ടിൽ ഒരു സഭയിലേക്ക് പോയാലോ? നമുക്കൊരു കാര്യം ചെയ്യാം, പൗലോസ് അച്ചായനെ ഒന്ന് വിളിച്ചു നോക്കാം. അത് നല്ല ഐഡിയ. പൗലോസ് അച്ചായൻ അത്യാവശ്യം സഭകളായിട്ടൊക്കെ കണക്ഷൻ ഉണ്ടല്ലോ. പൗലോസ് അച്ചായനെ ഒന്ന് വിളിച്ചു നോക്കാം. മക്കളെ, തെക്കേലെ വർക്കിച്ചായൻ ആശുപത്രിയിൽ നിന്ന് വന്നു എന്ന് പറയുന്നത് കേട്ടു. ഞാനന്ന് അവിടം വരെ പോയേച്ചും വരാം. ശരി അമ്മച്ചി, ഞാൻ ആ പൗലോസ് അച്ചായനൊന്ന് വിളിക്കട്ടെ. അത് ശരിയാ പപ്പ, അത് നല്ലൊരു ഐഡിയ ആയിരിക്കും. കാരണം എനിക്കും ഈ ചർച്ചിൽ ഈ ഇടയായിട്ട് ഒരു വൈബ് കിട്ടുന്നില്ല. നമുക്ക് നോക്കാം മോളെ, ഞാൻ ആ പൗലോസ് അച്ചായനൊന്ന് വിളിക്കട്ടെ. ഹലോ, പൗലോസ് അച്ചായനല്ലേ? ആ, തോമസ് സഹോദരാ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ശുശ്രൂഷകളൊക്കെ നന്നായിട്ട് പോകുന്നോ? ദൈവരൂപണ്ട് എല്ലാം നന്നായി നടക്കുന്നു. നിങ്ങൾക്കെല്ലാം സുഖമല്ലേ? സുഖമായിരിക്കുന്ന അച്ചായ. ഞാനേ ഒരു സഹായം കൂടെ ചോദിക്കാമെന്ന് വിചാരിച്ച് വിളിച്ചതാണ്. ഞങ്ങൾ ഈ പോകുന്ന അനങ്ങാപ്പാറ സഭ അത്ര ഒരു ഉഷാറില്ല. അപ്പം ഞങ്ങൾക്ക് ഈ സഭയൊന്ന് മാറി 1-ാം നൂറ്റാണ്ടിലെ ഒരു സഭയിലേക്ക് പോയാൽ കൊള്ളാമെന്നൊരു താല്പര്യം. അപ്പം ഏതെങ്കിലും ഒരു സഭയൊന്ന് സജസ്റ്റ് ചെയ്യാമോ പൗലോസ് ചായ? അതിനെന്താ, നിങ്ങൾ കൊരിന്ത്യ സഭയിലേക്ക് ഒന്ന് പോയി നോക്കും. ഞാൻ അവിടെയുള്ള സഹോദരന്മാരോട് വിളിച്ചു പറയാം. കൊരിന്ത്യ സഭ നല്ല സഭയായിരിക്കുമല്ലോ ചായ? ആ, കൊരിന്ത്യ സഭ ഒരു പുതിയ സഭയാണ്. വിശ്വാസികളൊക്കെ അങ്ങ് പക്വതയിലേക്ക് വരുന്നതേ ഉള്ളൂ. നിങ്ങളൊന്ന് പോയി നോക്ക്. ഒന്ന് പോയി നോക്കാം. താങ്ക് യു പൗലോസ് ചായ. അങ്ങനെ സമയത്തിനും കാലത്തിനും അതീതമായി സഞ്ചരിച്ച് തോമസ് അച്ചായനും കുടുംബവും കൊരിന്ത് സഭയിൽ എത്തിയിരിക്കുന്നു. ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ഇന്ന് നമ്മളോട് ആരാധനമാരായിട്ട് അനങ്ങാപ്പാറ സഭയിൽ നിന്ന് കടന്നു വന്നിട്ടുള്ള തോമസ് അച്ചായനെയും എൻ്റെ ഭാര്യയും 2 മക്കളെയും നമുക്ക് സ്വാഗതം ചെയ്യാം. ഇന്നത്തെ ദൈവവചന പഠനത്തിനായിട്ട് 1 കൊരിന്ത്യർ 1:26 വാക്യം നമുക്ക് വായിക്കാം. സഹോദരന്മാരെ, നിങ്ങളുടെ വെളിയെ നോക്കൂ. ലോകാഭിപ്രായ പ്രകാരം ജ്ഞാനികൾ ഏറെയില്ല, ബലവാന്മാർ ഏറെയില്ല, കുലീനന്മാരും ഏറെയില്ല. ഇത് അന്നും ഇന്നും എന്നും ഒരുപോലെയുള്ള യാഥാർത്ഥ്യമായിരിക്കുന്ന ഒരു വസ്തുതയാണ്. താഴ്ന്ന ജാതിക്കാരിൽ നിന്നും വിദ്യാഭ്യാസം ഏറെ ഇല്ലാത്തവരിൽ നിന്നും സാധാരണക്കാരിൽ നിന്നും ബലഹീനരും ഭോഷന്മാരും ആയ നമ്മളെ ദൈവം വിളിച്ചു വേർതിരിച്ചു. മത്തായി 11 യേശുവിന്റെ വാക്കുകളെ നമുക്ക് ശ്രദ്ധിക്കാം. നീ ഇത് ജ്ഞാനികൾക്കും വിവേകികൾക്കും മറിച്ച് ശിശുക്കൾക്ക് വെളിപ്പെടുത്തിയത് കൊണ്ട് ഞാൻ നിന്നെ വാഴ്ത്തുന്നു. അതുകൊണ്ട് ഏതിൻ്റെയെങ്കിലും പേരിൽ അഭിമാനം കൊള്ളുന്നത് ദൈവം ഇഷ്ടപ്പെടുന്നില്ല. ഈ വാക്കുകളാൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങളെങ്ങനെ സ്തുതിക്കട്ടെ.
ദൈവവചനം ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തന്നുകൊണ്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ കേട്ടതുപോലെ ദൈവം ഞങ്ങളെ വിളിച്ച് വേർതിരിച്ചത് അങ്ങയുടെ ആയിട്ടാണ്. ആ നിലയിൽ ജീവിക്കുവാൻ ഞങ്ങൾക്ക് കൃപ നൽകി അനുഗ്രഹിക്കണമേ. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. പോകട്ടെ. എനിക്കൊരു കാര്യം പറയാനുണ്ട്. ആനന്ദ സഹോദരൻ പറഞ്ഞോളൂ. ഇവിടുത്തെ ഒരു സഹോദരൻ എനിക്കെതിരെ കോടതിയിൽ വ്യവഹാരം നടത്തുന്നതായിട്ട് നിങ്ങൾ എല്ലാവരും അറിഞ്ഞില്ലേ? നിങ്ങൾക്ക് എന്താ ഇതിനെ പറ്റി ഒന്നും പറയുന്നില്ലേ? വിശ്വാസമില്ലേ? ഞാനിവിടെ എന്റെ ഒരു സ്ഥലത്തിന്റെ പേര് പറഞ്ഞ് എനിക്കൊരു കേസ് കൊടുത്തേക്കുന്നത് എന്തൊരു സഭയാണോ? ഞാൻ വസ്തു എടുക്കാൻ ശ്രമിച്ചത് അതെ അങ്ങനെ പറഞ്ഞു കൊടുക്കുന്നത്. അതിലൂടെ തീരുമാനം എന്റെ സ്ഥലം ഇതൊന്നും എനിക്കെന്താ പ്രശ്നം തീർത്തിട്ടോ? അവര് ലിവിങ് ടുഗെദർ ആണെന്ന്. അതും ആരുടെ കൂടെ ലിവിങ് ടുഗെദർ അമ്മച്ചിക്ക് കേൾക്കണോ? അപ്പന്റെ ഭാര്യയുടെ കൂടെയാണ് അത്ര ലിവിങ് ടുഗെദർ. കർത്താവേ സ്തോത്രം. അമ്മച്ചി എന്തിനാ ഇതിന് സ്തോത്രം പറയുന്നത്? അല്ല, എല്ലാത്തിനും സ്തോത്രം ചെയ്യണമെന്നാണല്ലോ വചനത്തിൽ പറയുന്നത്. ഇനിയിപ്പോ എന്ത് ചെയ്യും മേഴ്സി? എന്തായാലും കൊരിന്തിലെ സഭ നമുക്ക് വേണ്ട. നമ്മുടെ പിള്ളേരൊക്കെ വളർന്നു വരികയല്ലേ, ഇങ്ങനത്തെ സഭയിലേക്ക് നമുക്ക് പോണോ? നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്ക് ആ പൗലോസച്ചായനെ തന്നെ ഒന്ന് വിളിക്കാം. നമുക്ക് ഈ കൊരിന്ത് സഭ എന്തായാലും വേണ്ട. വേറെ ഏതെങ്കിലും സഭയുണ്ടോ നമുക്കൊന്ന് ചോദിച്ചു നോക്കാം. എന്നാ ഇച്ചായൻ ഒന്നുകൂടെ വിളിച്ചു നോക്ക്. മക്കളെ, എനിക്ക് വല്ലാത്ത മുട്ടിന് വേദന. ഇത്ര നേരം ഇരുന്നിട്ടാന്ന് തോന്നുന്നു. ഞാനൊന്ന് കിടക്കട്ടെ കുറച്ച് നേരം. ചെല്ലമ്മച്ചി, ഇതിനകത്തൊരു പരിഹാരം കണ്ടിട്ടുള്ളൂ. ഇനി ബാക്കി ഹലോ പൗലോസച്ചായോ? ആ തോമസ് സഹോദരാ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖമായിരിക്കുന്നു. കൊരിന്തി സഭയിൽ പോയിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു? കൊരിന്ത്യ സഭയിൽ പോയിട്ട് അത്ര കുഴപ്പമില്ല. എങ്കിലുവേ അവരൊരു പക്വത അത്ര പോരാ. ഒരു ഇച്ചിരൂടെ ഒരു പക്വതയുള്ള ഒരു സഭയൊന്ന് സജസ്റ്റ് ചെയ്യാമോ പൗലോസ് അച്ചായ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എഫെസോസിലെ സഭയിലൊന്ന് പോയി നോക്കൂ. അത് ദൈവവചനത്തെ അടിസ്ഥാനമാക്കിയുള്ളൊരു സഭയാണ്. എഫെസോസ് സഭ നല്ല സഭയായിരിക്കുമല്ലേ പൗലോസ് അച്ചായ? ആ, ഈയിടെ ചില സ്നേഹമില്ലാത്തവരൊക്കെ കൂടി വരുന്നുണ്ടെന്ന് കേട്ടു. നിങ്ങളതൊന്നും കാര്യമാക്കണ്ട, അങ്ങോട്ട് സ്നേഹിച്ചാൽ മതി. സ്നേഹമില്ലാത്ത സഭ ശരിയാവില്ല ചായ, അത് നമുക്ക് വേണ്ട. അത് ശരിയാവില്ല ചായ. നമ്മൾ ഈ മേഴ്സിക്കും അത്ര താല്പര്യമില്ല. നമുക്ക് വേറെ ഏതെങ്കിലും ഒരു സഭ ഒന്ന് സജസ്റ്റ് ചെയ്യാമോ? എന്നാൽ ഫിലിപ്പിയിലൊരു സഭയുണ്ട്, അതൊരു നല്ല സഭയാണ്. എന്നാൽ അവിടെ ചില വിയോജിപ്പുള്ളവരൊക്കെ ഉണ്ട്. പരസ്പരം സ്നേഹിക്കാത്ത ചില സഹോദരിമാരും ഉണ്ടെന്നാണ് കേട്ടത്. സ്നേഹമില്ലാത്ത സഭ നമുക്ക് തീരെ വേണ്ട. വേണ്ട വേണ്ട. പൗലോസ് ചായ, ഈ കൊലോസിയിലെ സഭ എങ്ങനെയുണ്ട്? കൊലോസിയിലെ സഭ അത് നല്ല സഭയാണെന്നൊക്കെ ഇങ്ങനെ ആരോ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. നല്ല സഭയാണോ? കൊളോസിയിലെ സഭയ്ക്ക് കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഈയിടെ ചിലർ ദൂതന്മാരെ ആരാധിക്കണമെന്നൊക്കെ പറഞ്ഞ് നടപ്പുണ്ട്. ഓ, ദൈവത്തെ ആരാധിക്കുന്ന സഭയിൽ പോയിട്ട് ഇതാ ഗതി. ഇനി ദൂതന്മാരെ ആരാധിക്കുന്ന സഭയിൽ പോയിട്ട് ഇനി വേണ്ട വേണ്ട വേണ്ട. ദൂതന്മാരെ നമുക്ക് വേണ്ട. വേറെ ഗലാത്തിയിലെ സഭ എങ്ങനെയുണ്ട് പൗലോസ് ചായ? ആ, ഗലാത്തിയിലെ സഭയും നല്ല സഭയാണ്. അവിടെ ചിലർ പരസ്പരം കടിക്കുകയും വിഴുങ്ങുകയും ഒക്കെ ചെയ്യുന്നത് ഞാൻ അറിഞ്ഞു. അവർക്ക് ഞാൻ ലെറ്റർ അയച്ചിട്ടുണ്ട്.
ചായ പിണക്കമുള്ള സഭയൊന്നും നമുക്ക് വേണ്ട. നമുക്ക് ഇപ്പം പൗലോസ് ചായ ഈ ഒരു നല്ല സഭ കണ്ടെത്തുക എന്ന് പറയുന്നത് ഇത്രയും വലിയൊരു ബുദ്ധിമുട്ട് ഉള്ള കാര്യമാണെന്ന് ഞങ്ങൾ ഒരിക്കലും വിചാരിച്ചിരുന്നില്ല. ശരി പൗലോസ് ചായ, നോക്കട്ടെ. ആ സഹോദര, അത് പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തൊരു സഭ കണ്ടെത്തുന്നത് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. എന്നാലും സഹോദരനെ വിമർശന ബുദ്ധിയൊക്കെ ഒന്ന് മാറ്റിവെച്ച് പ്രാർത്ഥനയോടെ സ്നേഹിക്കാൻ ശ്രമിച്ചു നോക്കിയാൽ തന്നെ വലിയൊരു മാറ്റം ഉണ്ടാവും. ചായ ഞാനൊരു കാര്യം പറയട്ടെ. നമുക്ക് ഈ കേട്ട സഭകളൊക്കെ വെച്ചിട്ട് എനിക്ക് തോന്നുന്നത് നമ്മുടെ അനങ്ങാപ്പാറ സഭ തന്നെയാണ് നല്ലതെന്ന്. നമുക്ക് അടുത്ത ആഴ്ച അങ്ങോട്ട് തന്നെ പോയാലോ? ഞാനും അത് തന്നെ പറയാൻ വരികയായിരുന്നു മേഴ്സി. നമ്മുടെ ആ അനങ്ങാമ്പാറ സഭയിൽ ഇത്രയും പ്രശ്നങ്ങളൊന്നുമില്ല. ഈ കൊരിന്ത് സഭ, ഫിലിപ്പിയ സഭയ്ക്ക് എന്താണ് അവർ ഈ സഭയിൽ നമുക്ക് പറ്റില്ല. നമ്മുടെ ആ അനങ്ങാപ്പാറ സഭയിൽ തന്നെ പോയിട്ട് നമ്മളെ തന്നെ ഒന്ന് ശോധന ചെയ്ത് നമുക്കൊരു മാനസാന്തരം ആവശ്യമാണ്. നമ്മുടെ ജീവിതത്തിലൊരു മാനസാന്തരമൊക്കെ ദൈവകൃപയിൽ ആശ്രയിച്ച് വന്ന് നമുക്ക് ആ അനങ്ങാപ്പാറ സഭയോട് കൂടെ തന്നെ നമുക്ക് ചേർന്ന് മുന്നോട്ട് പോകാം. നമുക്ക് അങ്ങോട്ട് തന്നെ പോകാം. നമ്മൾ സഭകൾ അന്വേഷിച്ചു പോയി പ്രശ്നരഹിതമായ ഒരു സഭ കണ്ടുപിടിക്കാൻ സാധ്യമല്ല. കാരണം സഭയിലുള്ള മറ്റു വ്യക്തികൾ നമ്മെ പോലെ തന്നെ പ്രശ്നങ്ങളുള്ളവരാണ്. സഭകൾ മെച്ചമായി തീരാനായിട്ട് നാം ഉൾപ്പെട്ട സഭയിലെ അംഗങ്ങളെല്ലാവരും മെച്ചപ്പെടണം. സഭ ഒരു ഹോസ്പിറ്റൽ പോലെയാണ്. നാം എല്ലാവരും രോഗികളാണ്. ചികിത്സയും രോഗവിമുക്തിയും നിരന്തരമായി സംഭവിക്കണം. അങ്ങനെ നാം ഓരോരുത്തരും ആരോഗ്യം പ്രാപിക്കുമ്പോൾ നമ്മൾ ആരോഗ്യവും സന്തോഷവുമുള്ള സഭകളായി തീരും. നന്ദി. എത്ര ശുഭം, എത്ര